എന്തോ മോളെ? അമ്മേ കൂണ്. എന്താ വെറൈറ്റി ഒരു കൂൺ പച്ചടി വെക്കാം. അത് ഏറ്റവും നല്ല കാര്യമല്ലയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഞാനൊന്ന് കഴുകാം. അമ്മ അപ്പൊ ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് കഴുകിട്ട് വരാം. ശരി ശരി. ഞാൻ കൂണൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ടേ. മോളെ മഞ്ഞപ്പൊടി ഇട്ടാണോ കഴുകിയത്? അതെ അതെ. എന്നാ ശരി, അരിഞ്ഞു. ഈ ചിപ്പിക്കൂണ് നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തതിന് ശേഷം ചട്ടി വെച്ച് ചൂടായി നെയ്യ് ഒഴിച്ചു വറ്റൽമുളകിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം കടുക് ഇടുക. ഇത് മൂന്നും കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പച്ചമുളക് ഇടുക, മഷ്റൂം ഇടുക. മഷ്റൂം ഇട്ടതിന് ശേഷം നല്ലതുപോലെ വെന്ത് വരുമ്പോൾ ഒരു വെള്ളം ഇറങ്ങും. പിന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, കൊച്ചുള്ളി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്തോട്ടിട്ട് നല്ലതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കണമേ. നല്ല ടേസ്റ്റാണ് ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ. ഞാനും അമ്മയും കൂടെ നിന്ന് കത്തി അടിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മഷ്റൂം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കുക. അപ്പോഴത്തേക്ക് വേണ്ട ഞാൻ തൈരും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയാണെങ്കിൽ അതിലോട്ട് തൈര് വിട്ട് നല്ലതുപോലെ ഇളക്കുന്നുണ്ട് കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് വേണമെന്ന് അമ്മ പറയുമായിരുന്നു, കാരണം ഇത് പിരിഞ്ഞു പോവും, സെറ്റാകത്തില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ കഥയൊക്കെ പറഞ്ഞു. അമ്മ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കടു അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അതിലോട്ട് കടുവും കൂടി ഇടുവാണ്. അപ്പം ഞാനൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ അല്ലേ? അത് മതി. വെച്ചു. ഉപ്പുണ്ടോ നോക്കട്ടെ. ചൂടാക്കത്തില്ല, ചൂടാക്കത്തതേ ഉള്ളൂ, തിളപ്പിക്കത്തില്ല. പിരിഞ്ഞു പോവും. അത് തന്നെ. കൂൺ പച്ചടി സൂപ്പറാ കേട്ടോ. കൂണിന്റെ ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട് ആ നെയ്യുടെ ഒക്കെ. അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.